നമസ്കാരം. ലോകത്തിലെ എല്ലാ മലയാളികൾക്കും എൻ്റെ ഓണാശംസകൾ. ഓണസദ്യയോടനുബന്ധിച്ച് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേനപ്പായസമാണ്. ചേനപ്പായസം എന്ന് കേൾക്കുമ്പം ചെറിയ സംശയം ഉണ്ടാവും അല്ലേ? പക്ഷേ ചേനപ്പായസം വളരെ സ്വാദിഷ്ടമാണ്, ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ചേന പായസം ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നത്. നമുക്ക് നോക്കാം ചേനപ്പായസം എങ്ങനെ ഉണ്ടാക്കാം. ആദ്യമായി അതിൻ്റെ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. നമ്മളിവിടെ ചേന ആദ്യം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി പ്രഷർ കുക്കറിൽ വെച്ച് പുഴുങ്ങിയെടുത്തതാണ്. ഒരു 3 വിസിൽ വരുന്നത് വരെ. അതിനുശേഷം നമ്മളത് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കുന്നു. പിന്നീട് നമ്മൾ അതിലേക്ക് വേണ്ടത് ശർക്കര പാവ് കാച്ചി അരിച്ചു വെച്ചിട്ടുണ്ട്, തേങ്ങ 2-ാം പാല് 1-ാം പാല്, അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്കാപ്പൊടിയുണ്ട്, നെയ്യ്. ഇതിപ്പോൾ ഞാൻ ഇന്നൊരു 1/2 കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് ശർക്കര ഒരു 250-300 ഗ്രാം ശർക്കര ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് അല്പം നെയ്യ് ഒഴിക്കുന്നു. ഒരല്പം ഒഴിച്ചാൽ മതി. ശർക്കര ഞാൻ ഓൾറെഡി ഉരുക്കി അതിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. അരിക്കാതെ വെക്കരുത്, കല്ലുണ്ടാവും. അരിച്ച് വെച്ച ശർക്കര ലായനിയാണിത്. ഇത് ഞാൻ ആ നെയ്യിലേക്ക് ഒഴിക്കുന്നു. ചേന പുഴുങ്ങിയ ശേഷം മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. പേസ്റ്റ്, നമ്മുടെ ചേനയുടെ പേസ്റ്റ്. ഇനി കുറച്ച് നേരം നമ്മളിതൊന്ന് ഇളക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. ഇതിലുള്ള വെള്ളവും ഒന്ന് വറ്റി തുടങ്ങണം. അപ്പോഴും നമ്മൾ ഈ ഇളക്കുന്ന പ്രോസസ്സ് നിർത്താനേ പാടില്ല. അപ്പോൾ സദ്യയുടെ കിങ്ങാണ് പായസം എന്ന് വേണമെങ്കിൽ പറയാം. പായസം ഇല്ലാത്തൊരു സദ്യയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ഇപ്പോൾ ഏകദേശം നമ്മുടെ 2-ാം പാൽ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാൽ ഇതിലേക്ക് ഒഴിക്കാം. 1-ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട ഏലക്കാപ്പൊടി ഉണ്ട്. ഏലക്കാപ്പൊടി ഇതിലേക്ക് അത്യാവശ്യമായ സാധനമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ 1-ാം പാലിൽ ചേർത്തിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. കാരണം അത് അധികം ചൂടായി പോകരുത്, അതുകൊണ്ടാണ്. ഒന്നിച്ചൊഴിക്കരുത്, ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടും. ഇനി അവസാനമായിട്ട് ചേർക്കേണ്ട കശുവണ്ടി പരിപ്പ്, കിസ്മിസ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചേനപ്പായസം റെഡിയായി കഴിഞ്ഞു.